നമസ്കാരം. കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ വിദ്യാർത്ഥി സംഘടന നടന്നിട്ട് കുറച്ച് ദിവസമായി കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ മാനേജർ സക്കറിയ റമ്പാച്ചൻ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഇനിയും മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ പ്രധാന അടി കൊണ്ട ആളും ഈ അടിച്ചവരും ഇവിടെ പഠിക്കുന്നവരല്ല, വീട്ടിൽ നിന്ന് പഠിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവർ വരുന്നത്. അപ്പൊ യാതൊരു കാരണവശാലും രാഷ്ട്രീയം ഇവിടെ അനുവദിച്ചുകൂടാ. യാതൊരു കാരണവശാലും പുറത്തുള്ള ആരെയും ഇനി കയറ്റാൻ പാടില്ല. പഠിക്കുന്ന കുട്ടികളല്ലാതെ ID പ്രൂഫ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എങ്ങനെ അത് ശരി, പുറത്തുള്ള ആരെയും ഇനി കയറ്റത്തില്ലെന്നാണോ അതോ ഇതുവരെ കയറ്റിയിട്ടില്ല എന്നുള്ളതാണ്? എന്താ റമ്പാച്ച പറയുന്നത്? അങ്ങ് ഇന്നലെ അല്ലല്ലോ ഇതിന്റെ മാനേജരായി ചുമതലയേറ്റത്, ഇപ്പോഴാണോ ഇത് തോന്നിയത്? അല്പം ഒളിപ്പൊക്കെ വേണ്ടേ? ഇതങ്ങ് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അല്ലേ? എന്തിനാ അയാളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ട് ഗേറ്റ് അടച്ചില്ല? അടിപിടി ഉണ്ടാക്കിയിട്ട് പുറത്ത് പോകാതിരിക്കാൻ എന്തുകൊണ്ട് ഗേറ്റ് അടച്ചില്ല? അപ്പോൾ ഇതിനൊത്താശ ചെയ്തു കൊടുത്തത് അങ്ങ് തന്നെ ആണെന്ന് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളും പറയും. വിദ്യാർത്ഥികൾ മാത്രമല്ല, നാട്ടുകാരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അടികൊണ്ട ആള് ഇവിടെ പഠിക്കുന്ന ആളല്ല, അടിച്ച ആളും ഇവിടെ പഠിക്കുന്ന ആളല്ല. കല്ല് വെച്ച നുണ പറയാതെ റമ്പാച്ച, ആ കുപ്പായത്തിന്റെ മാന്യത കളയാതെ. അടികൊണ്ട പയ്യൻ അവിടുത്തെ വിദ്യാർത്ഥിയല്ലേ? പിന്നെ അവൻ ഏത് കോളേജിലെ വിദ്യാർത്ഥിയാ? അവൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് പറയാം, ആ വിദ്യാർത്ഥി അറ്റൻഡൻസ് ഇല്ലാതെ റോൾ ഔട്ടായി, ശരിയാ. എന്നാ അവനെ റോൾ ഔട്ട് ആക്കിയത് എന്നാ? അടികൊണ്ട് ആശുപത്രിയിലായപ്പോൾ. എങ്ങനെ അവനെ പുറത്താക്കി മുഖം രക്ഷിക്കാമെന്ന് നോക്കുന്ന അങ്ങ് ഒരു വൈദികനായിരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. ബൈക്കിൽ കയറി വന്ന് അടിക്കുമായിരുന്നു. അപ്പം അത് ഈ അടി വന്നപ്പോഴത്തേക്ക് രണ്ടു കൂട്ടരും പിന്നെ സ്വാഭാവികമായിട്ട് വരുമല്ലോ. നമ്മുടെ കാർ പാർക്കിന്റെ അവിടെ വെച്ചാൽ സംഭവിച്ചത്. അത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി. അപ്പോൾ പുറത്തു നിന്ന് ബൈക്കിൽ മാത്രമേ ആളുകൾ വന്നുള്ളൂ അല്ലേ? അപ്പോൾ നീല കാർ ആരുടേതാ? അതിൽ വന്നത് ആരാ? ദേവലോകത്ത് നിന്ന് വന്നതാണോ? നുണകൾ എഴുന്നള്ളിക്കാതെ റമ്പാച്ച. നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജ്. അപ്പൊ അവിടെ വന്ന് പഠിക്കുന്ന കുട്ടികള് അവർക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും കൊടുക്കേണ്ടത് ഇവിടുത്തെ പ്രിൻസിപ്പളിന്റെയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെ ചുമതലയാണ്. അപ്പൊ റമ്പാച്ചന് കാര്യങ്ങൾ അറിയാം, എന്നിട്ടാണോ പൊട്ടൻ കളിക്കുന്നത്? പൊട്ടനല്ല, പൊട്ടൻ കളിക്കുക. ആർക്കു വേണ്ടിയാ പൊട്ടൻ കളിക്കുന്നത്? അതുകൂടി ഒന്ന് വ്യക്തമാക്കേണ്ടതായിരുന്നു. അച്ചോ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ കസേരകളിൽ മുൻപ് ഇരുന്നിട്ടുള്ളവരുടെ ഫോട്ടോകളും പേരുകളും ആ ഓഫീസ് മുറിയിലുണ്ട്. ഒന്ന് പോയി നോക്ക്. അങ്ങനെ നോക്കി ഒന്നും ബോധ്യപ്പെട്ടാൽ കൊള്ളാം. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന് ഞാൻ പറയില്ല, കാരണം അങ്ങ് പല കാര്യങ്ങളിലും വിദഗ്ധനാണ്. ആ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല, അങ്ങയുടെ വിദഗ്ധത. ഇവരൊക്കെ കഞ്ചാവ് ഇത് അടിച്ചിട്ടായിരിക്കും ഇവർ അടിമേടിക്കരുത്, അറിയാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായ, കാരണം അങ്ങനെ ഒരു രീതിയിലേക്കായി പിള്ളേരുടെ പോക്ക്. അതെ റമ്പാച്ച, അത് റമ്പാച്ചൻ എങ്ങനെ അറിയാം? ഇങ്ങനെ വിദ്യാർത്ഥികളെയും കോളേജിനെയും ആക്ഷേപിക്കരുത്. അപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് അല്ലേ? ഏത് കുട്ടികളാണ് അങ്ങനെ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ അടിച്ചുകൊണ്ട് വരുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി റമ്പാച്ചൻ ഉൾപ്പെട്ട ഈ കോളേജിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കുടുംബത്തിൽ പിറന്ന കുട്ടികളെ പഠിക്കാനായി കോളേജിലേക്ക് അയക്കും? ഏതെങ്കിലും മാതാപിതാക്കൾ അത് ആഗ്രഹിക്കുമോ, അവരുടെ കുട്ടികൾ നശിക്കാൻ? ഒരു കാര്യം മനസ്സിലായി, ഈ കോളേജ് എങ്ങനെയും തകർക്കുക, അതാണ് റമ്പാച്ചന്റെ ഉള്ളിലിരിപ്പ്. കാരണം ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞ് കോളേജിനെയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും സമൂഹത്തിൽ താറടിച്ച് കാണിച്ചാൽ പിന്നെ അവിടെ ആരും പഠിക്കാൻ വരില്ലല്ലോ. അതുകൊള്ളാം. കുപ്പായക്കെട്ട് ഇപ്പോഴത്തെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ കുപ്പായത്തിനൊക്കെ ഒരു വിലയും ബഹുമാനവും ഉണ്ടായിരുന്നു. പിള്ളേർക്ക് ഇപ്പം സ്വന്തം അപ്പനും അമ്മയോട് പോലും ബഹുമാനമില്ല. അപ്പം എന്നോട് ഒരാൾ പറഞ്ഞു, ഇവരൊക്കെ കഞ്ചാവ് ഇത് അടിച്ചിട്ടായിരിക്കും ഇവർ അമ്പാച്ചേരടിക്ക് അടിമേടിക്കരുത്, അറിയാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായ, കാരണം അങ്ങനെ ഒരു രീതിയിലേക്കായി പിള്ളേരുടെ പോക്ക്. കഴിഞ്ഞ ദിവസം വന്ന തലമണ്ടയ്ക്ക് ഇത് ഹെൽമെറ്റും കൊണ്ട് അടിച്ച് ആ ആളെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുക, ചോര ഒലിപ്പിച്ച്. ഞാൻ പിന്നെ ആശുപത്രിയിൽ പറഞ്ഞു വിടുന്നത്. ഇതെല്ലാം സംഘർഷ ആ സമയത്ത് ഞാനെന്നാലും ഇത്രയും അടിയുണ്ടാവുമെന്നറിഞ്ഞെങ്കിൽ ഞാനിതിൻ്റെ കൂടെ പോയേനെ. കാരണം ഞാനും ഈ കോളേജിൽ പഠിച്ചതാണ്. ഏതാ
ഞാനിവിടെ കോളേജിൽ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം അന്നൊക്കെ എന്ത് മര്യാദയായിരുന്നു. പിള്ളേർ അടിയുണ്ടാക്കുന്നുണ്ടായിരുന്നു, എങ്കിലും അതിന് മര്യാദയുണ്ട്. ഇപ്പം അതല്ല. അതെനിക്ക് തോന്നുന്നു ഈ പിള്ളേർക്കിപ്പോൾ ഒരു എന്തോ പറയണ്ടേ, ഈ അപ്പനാന്നോ അമ്മയാന്നോ സഹോദരിയാന്നോ സഹോദരനാന്നോ ഒന്നുമില്ലാത്തൊരു രീതിയിലേക്ക് ഇങ്ങനെ പോയാൽ നമ്മുടെ സമൂഹം നശിച്ചു പോകും. അയ്യേ, എന്തുവാ റംബാച്ച ഈ പറയുന്നേ? അങ്ങയുടെ കുട്ടികൾക്ക് അപ്പനെയും അമ്മയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ലെന്നോ? ഷെയ്ം. അയ്യേ, ഇങ്ങനെ ആക്ഷേപിക്കാതെ. നിങ്ങൾ തന്നെയാണ് ആ പിള്ളേരെ അങ്ങനെ ആക്കുന്നത്. എന്നിട്ട് വന്നിരുന്ന സ്വന്തം കുട്ടികളെ കുറിച്ച് വീമ്പിളക്കുന്നു. ആ കുട്ടികളുടെ ഭാവി എന്തായി തീരും? ഹയർ സ്റ്റഡീസിന് ഏതെങ്കിലും കോളേജുകളിൽ ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുമോ? അവരുടെ കൂമ്പൊടിക്കുമോ? അല്ലേ? പിന്നെ അങ്ങ് ഈ കോളേജിൽ പഠിച്ചതാണെന്ന് പറഞ്ഞു, അതിന്റെ ഗുണമെങ്കിലും കാണിക്കേ. ഞാനും അന്നൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യം ഇതല്ല എന്ന് അങ്ങ് തന്നെ പറയുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആണുങ്ങളൊക്കെ ഇരുന്ന കസേരയാണ് ഇതൊക്കെ എന്ന്. പിന്നെ ഒരു പുരോഹിതനെ മാനിക്കുന്നില്ല എന്ന് അങ്ങ് തന്നെ പറയുന്നു. അത് അങ്ങയെ മാത്രമാണ് മാനിക്കാത്തത്. മറ്റു പുരോഹിതരെ എല്ലാവരെയൊക്കെ കണ്ടാൽ കുട്ടികൾ ബഹുമാനിക്കും. അങ്ങേ എന്തുകൊണ്ടാലും കുട്ടികൾ പോയിട്ട് മുതിർന്നവര്, എന്തിന് ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിലെ ഇടവകക്കാർ പോലും ബഹുമാനിക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അങ്ങ് ആദ്യം ആത്മപരിശോധന നടത്തുക, എന്നിട്ട് ഈ കുപ്പായവും മസ്മനസയൊക്കെ ഇട്ട് ആ കസേരയിൽ ഇരിക്കും, ആളുകൾ ബഹുമാനിക്കും.